ഏറെ ജനപ്രീതി നേടിയ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് ഷിയാസ് കരീം. മോഡലിംഗിലൂടെ മുൻപ് ശ്രദ്ധ നേടിയിട്ടുള്ള ഷിയാസ് ബിഗ് ബോസിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു. തുടർന്നാണ് സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിക്കുന്നത്. ഇന്ന് സ്റ്റാർ മാജിക് ഷോയിലൂടെ ടെലിവിഷനിലും സജീവ സാന്നിധ്യമാണ് ഷിയാസ്. ഫിറ്റ്നസ് കാര്യത്തിലൊക്കെ ശ്രദ്ധാലുവായ ഷിയാസിന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആരാധകരാണുള്ളത്. അടുത്തിടെയാണ് ഷിയാസ് കരീമിന് ഗുണ്ടാ നേതാവായ അനസ് പെരുമ്പാവൂരുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ ആരോപണവുമായി ഔറംഗസേബ് എന്നയാൾ രംഗത്തെത്തുന്നത്. നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട് കേരളത്തിൽ നിന്ന് മുങ്ങിയ അനസിന് ദുബായിൽ നിന്ന് സ്വർണ്ണക്കടത്തിന് ലക്ഷ്യമിടുന്നതായും സൂചനയുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തൽ. അനസിൻ്റെ മുൻ സംഘാംഗം കൂടിയായിരുന്നു ഔറംഗസേബ്. അനസ് ഗൾഫിലേക്ക് കടന്നത് വ്യാജ പാസ്പോർട്ടിലാണെന്നും പറയുന്നു. ഗൾഫിലേക്ക് കടന്ന അനസ് അവിടെ ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ഇതിന് സിനിമാ താരങ്ങളുടെയും സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നും ഔറംഗസേബ് പറയുന്നു. ഗൾഫിലെ പ്രവാസി വ്യവസായിയുടെ പുതിയ ബിസിനസ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശ്വേത മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം എന്നിവർക്കൊപ്പം അനസും അതിഥിയായി എത്തിയിരുന്നു. ഈ ബിസിനസ്സിൽ അനസിനും പങ്കുണ്ടെന്ന ആരോപണമുണ്ട്. എന്നാൽ സ്വർണ്ണക്കടത്ത് ബന്ധം അടക്കമുള്ള ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഷിയാസ് കരീം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്നു വന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് എവിടെയുള്ള അനസ് പെരുമ്പാവൂരിനെ അറിയാതിരിക്കുമോ എന്നും ഷിയാസ് കരീം ചോദിക്കുന്നു. മൂവി വേൾഡ് മീഡിയയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്റ്റൊന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് അറിഞ്ഞതോടെ ഇങ്ങോട്ട് അന്വേഷിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയായിരുന്നു. ആ തരത്തിലുള്ള പരിചയം മാത്രമാണുള്ളത്. ഗുണ്ടകളെ സിനിമയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയുന്ന അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കള്ളു കുടിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യില്ല. എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചുവെച്ചതാണ്. നാട്ടുകാരാണെന്ന തരത്തിലുള്ള ബന്ധം മാത്രമാണുള്ളത്. പിന്നെ പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി എനിക്ക് ബന്ധമെന്നൊക്കെയാണ് ആരോപണം. തീർത്തും അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. നമ്മൾക്ക് ഇങ്ങനെ കള്ളക്കടത്തോ ഗുണ്ട ആയിട്ടോ പോയി ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ നല്ല പണി എടുത്താണ് കഴിയുന്നത്. അന്തസ്സായിട്ടാണ് കുടുംബം നോക്കുന്നത്. സ്വർണ്ണക്കടത്തുണ്ടെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കേണ്ടി വരുമോ? കള്ളക്കടത്തിനോ സ്വർണ്ണം കടത്തിനോ പോയിട്ടില്ല, പോകാറുമില്ല. ചാനലിന് പണി ഒന്നും ഇല്ലെങ്കിൽ പൂട്ടിക്കെട്ടുക. മുൻപും ഇതുപോലെ എന്നെ ഭീകരർ ആക്കിക്കൊണ്ട് ഈ ചാനൽ രംഗത്തു വന്നിരുന്നുവെന്നും ഷിയാസ് പറയുന്നു. അതേസമയം ഷിയാസിനെതിരെ പീഡന ആരോപണവും ഉയർന്നു വന്നിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കാട്ടിയായിരുന്നു യുവതി പോലീസിൽ പരാതി നൽകിയത്. ഇതേക്കുറിച്ചും ഷിയാസ് പറഞ്ഞിരുന്നു. ഇതുപോലൊരു മോശാവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കേസ് വന്നപ്പോൾ എൻ്റെ ഉമ്മയെക്കുറിച്ചാണ് ചിന്തിച്ചത്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നെ വേണ്ടെന്ന് വയ്ക്കുമോ എന്നൊക്കെ ചിന്തിച്ചു. എനിക്ക് അങ്ങനെ ആകെ ടെൻഷനായിരുന്നു. ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള 90% ആണുങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. എന്നാൽ ചിലർ ഈ പ്രിവിലേജുകൾ മുതലെടുക്കുന്നുണ്ട്. ഇവർ അത് മുതലെടുക്കുമ്പോൾ ജെനുവിനായ കേസുകളെ കൂടിയാണ് അത് ബാധിക്കുക എന്നും ഷിയാസ് പറഞ്ഞിരുന്നു.